വീണ്ടും ഒരു ബ്രേക്കിംഗ് അലാം. ഇന്ന് ബ്രേക്കിങ്ങുകളുടെ പെരുമഴയാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് അലാമായിട്ട് നിൽക്കുന്നത് അലി അക്ബർ ഒരു വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ ഇമ്പാക്റ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതെങ്കിൽ മറ്റൊരു ഇമ്പാക്റ്റ് ആണെന്ന് തോന്നുന്നു. അലി അക്ബർ ഉണ്ട് നമുക്കപ്പം. അലി അക്ബർ ഗുഡ് മോർണിംഗ്. അലി, എന്താണ്? അലാറം മുഴങ്ങിയല്ലോ, ഒരു ബ്രേക്കിംഗ് വാർത്തയുണ്ടെന്ന് തോന്നുന്നു. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കാക്കനാട് ജില്ലാ ജയിലിലെ ഫാർമസിസ്റ്റിന് നേരിടേണ്ടി വന്ന കടുത്ത ജാതി അധിക്ഷേപത്തിന്റെ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും എല്ലാം തന്നെ പൊതുമധ്യത്തിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. 3 ആഴ്ചയ്ക്കകം കൃത്യമായി ഇതിൽ ഈ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കണം. നീതിയുക്തവും സുതാര്യമായ പരിശോധനയായിരിക്കണം നടക്കേണ്ടത്. എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പ്രധാനമായും ഉദ്യോഗസ്ഥർക്കെതിരെ ആയതുകൊണ്ടും ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ ആയതുകൊണ്ടും ഈ പരാതിക്കാരിക്ക് നീതി ലഭിക്കുന്ന നിലയിലുള്ള സുതാര്യമായ അന്വേഷണം ഉറപ്പുവരുത്തണമെന്നുമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഇടപെട്ട് അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള ഉത്തരവ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ നൽകി കഴിഞ്ഞു. ജില്ലാ ജയിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് ഈ സമർപ്പിക്കുന്ന ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് പുറമെ ജില്ലാ ജയിലിൽ നടന്ന പ്രശ്നമായതുകൊണ്ട്, ജാതി നിക്ഷേപമായതുകൊണ്ട് തന്നെ ജില്ലാ ജയിൽ സൂപ്രണ്ട് പ്രത്യേകം തന്നെ ഒരു അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ ഈ വാർത്തയുടെ കാര്യം മനസ്സിലാക്കി, ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ആ നിലയിൽ തന്നെയായിരുന്നു ഈ വാർത്ത കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. താങ്ക് യു അലി അക്ബർ നമുക്കൊപ്പം ചേർന്നത്.